നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രം അവശേഷിപ്പിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവടക്കം കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിന്റെ ഉമ്മറക്കെട്ടിളപ്പടിയും ഉമ്മറ വാതിലും ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി സന്നിധാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി എന്നൊരു കേസ്. മറ്റൊന്ന്, ശബരിമല സന്നിധാനത്തിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തി ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശിതാവായ ഹൈക്കമ്മീഷണറെ പോലും അറിയിക്കാതെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തയച്ചു എന്നുള്ള കേസ്. ഈ 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒന്നാമത്തെ കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനുമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റൊരു കേസ് കൂടി ഉള്ളതിനാൽ ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ല. മുരാരി ബാബുവിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ ഇടയാക്കിയത് SIT-യുടെ അലംഭാവം തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മർദ്ദത്തിന്റെ അഥവാ ഭീഷണിയുടെ ഫലമായി തന്നെയാണ് SIT കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഒരു പ്രതിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതി എന്ന് കുറ്റാരോപിതനായ ഒരാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചില്ല, 90 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുറ്റാരോപിതനായ പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് സ്വാഭാവികമായ അർഹതയുണ്ട്. നിയമപരമായി ജാമ്യം കിട്ടി അയാൾ പുറത്തിറങ്ങും. ഇവിടെയാണ് SIT-യുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇരട്ടത്താപ്പ് അഥവാ SIT-ക്ക് മേൽ ഭരണസമിതിക്കും പിണറായി വിജയനും ഉള്ള സമ്മർദ്ദം എത്രയാണ്, അല്ലെങ്കിൽ സ്വാധീനം എത്രയാണ് എന്നുള്ളത് കേരളം കണ്ടത്, ഞെട്ടിത്തെറിച്ചു നിന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയ എന്നൊരു കേസ് കൂടി ഉള്ളതിലാണ്. നിലവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT-യുടെ 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ശബരിമലയിലെ ഉമ്മറക്കെട്ടിളപ്പടി വാതിൽ പുറത്തേക്ക് കൊണ്ടുപോയത്, ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയും. ഇതിൽ 2 കേസിലും പ്രതിയായതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നാം കേസിൽ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ സാധിക്കാതെ പോയത്. എന്നാൽ ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതിക്കകം SIT കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്ത് കിടക്കുന്ന CPM-ന്റെ മുൻ MLA-യും CPM-ന്റെ മുൻ ദേവസ്വം പ്രസിഡന്റും CPM-ന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയായ N വാസുവും പത്മകുമാറും അടക്കമുള്ള ഏതാണ്ട് 11ഓളം പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അവർക്ക് ജാമ്യം കിട്ടാൻ ഇടയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM ജനമധ്യത്തിൽ തുണിയുരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്ത് കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരിൽ 90% CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ്, CPM-ന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളാണ് എന്നൊക്കെയുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. അതുകൊണ്ട് തന്നെ CPM ഈ കേസിൽ വെട്ടിലായിരിക്കും. ഇനിയും ജയിലിൽ കിടക്കുന്നവർക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ലെ മറ്റു പലർക്കും ബന്ധമുള്ള കഥകൾ അവർ വിളിച്ചു പറഞ്ഞേക്കാം. അതുകൊണ്ട് അത്തരത്തിലൊരു അവസരം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, അവർക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ സ്വാഭാവികമായ ജാമ്യം ഈ പ്രതികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആക്ഷേപം. ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രം അവശേഷിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും CPM-ഉം പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതിക്കകം കുറ്റപത്രം സമർപ്പിക്കാൻ SIT-ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഭാഗികമായ കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ കേസിൽ അകത്ത് കിടക്കുന്ന പത്മകുമാറും N വാസുവും അടക്കമുള്ള ഏതാണ്ട് 11ഓളം പ്രതികൾക്ക് ജാമ്യം കിട്ടുവാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ SIT ഏതു വിധേനയും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം SIT നാളിതുവരെ ഏതാണ്ട് 11ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണത്തിന്റെ അളവ്, അതായത് തൊണ്ടി മുതൽ കണ്ടെടുക്കുവാൻ വേണ്ടി SITക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും
തലവേദനയുണ്ടാക്കുന്ന കാര്യം SITക്ക് ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ബെല്ലാരിയിലെ റോത്തൻ ജുവല്ലറി ഉടമയായ ഗോവർദ്ധന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 450 ഗ്രാം സ്വർണം SIT കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ശബരിമലയിൽ നിന്നും നഷ്ടമായ സ്വർണത്തിന്റെ അംശമല്ല, പകരം സ്വർണം കണ്ടെത്തുക, അതായത് ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണത്തിന്റെ പകരം തൂക്കത്തിലോ അളവിലോ മറ്റേതെങ്കിലും സ്വർണം കണ്ടെത്തി കഴിഞ്ഞാൽ അത് തൊണ്ടി മുതലാകുന്നില്ല. നിയമവ്യാഖ്യാനത്തിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്നില്ല. അതുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്താതെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആ കുറ്റപത്രം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോകും. യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും അവർക്ക് നേരിടേണ്ടതായി വരില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ശ്രമിക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്ത് കിടക്കുന്ന N വാസുവിനും പത്മകുമാറിനും എല്ലാം 90 ദിവസം കഴിഞ്ഞിട്ടും ജാമ്യം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് വരെ ഈ വിഷയത്തിൽ എത്രയൊക്കെ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ അവർ SITയോടോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു സംഘങ്ങളോടോ വെളിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെയും CPMനെയും ഭയപ്പെടുത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെയോ അല്ല എന്നുണ്ടെങ്കിൽ CPMന്റെ മറ്റേതെങ്കിലും സമുന്നതരായ നേതാക്കൾക്കെതിരെയോ ഇനി SITയുടെ ഭാഗത്തു നിന്ന് ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് CPMന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് പിണറായി വിജയനും CPMും ഇപ്പോൾ അങ്കലാപ്പോടുകൂടി കേട്ടിരിക്കുന്നത്, സാഗൂതം നിരീക്ഷിക്കുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ED നിർണായകമായ മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു. SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ മൊഴികൾ എടുത്തിരിക്കുന്നത്, ഈ മൊഴികളുടെ വിശദമായ പകർപ്പ് EDക്ക് കിട്ടണം എന്നുള്ളൊരു കത്ത് SITക്ക് ED സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ED ആദ്യമേ തന്നെ ഈ കേസിൽ ബന്ധപ്പെടുന്നത് സംസ്ഥാന സർക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു, SITയും എതിർത്തിട്ടുണ്ടായിരുന്നു എല്ലാം. എന്നാൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ED കൂടി ഈ കേസിൽ അന്വേഷിക്കുകയും നാളിതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് SIT ED സംഘത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ വിശദമായ മൊഴിയെടുത്തതിൽ നിന്നും ഈ മൊഴിയുടെ ശരിപ്പകർപ്പുകൾ EDക്ക് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ED SITക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ഒരു തീരുമാനമെടുക്കാതെ SIT നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെയുള്ള മൊഴികൾ അതീവ രഹസ്യം തന്നെയാണ്. SIT സംഘത്തിലുള്ള പലർക്കും ഈ പ്രതികളുടെ മൊഴികൾ അറിയില്ല. SP ശശിധരനും H വെങ്കടേഷനുമല്ലാതെ SIT എടുത്തിരിക്കുന്ന മൊഴികളുടെ പൂർണ്ണരൂപം SIT സംഘത്തിലുള്ള ആളുകൾക്ക് വരെ അറിയില്ല എന്നിരിക്കെ ഇപ്പോൾ ED ഇത്തരം മൊഴികൾ സമ്പൂർണ്ണമായി ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ നിയമവശമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി നിയമോപദേശം തേടിയിരിക്കുന്നു SIT. എന്തൊക്കെ വിവരം EDക്ക് കൊടുക്കാനാവും എന്നുള്ളതിൻ്റെ നിയമോപദേശം തേടിയിരിക്കുന്നു. ആ നിയമോപദേശം കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് EDക്ക് സമ്പൂർണ്ണമായ മൊഴിപ്പകർപ്പ് കൊടുക്കാം എന്നുള്ളതാണ് SITയുടെ നിർണായകമായ നീക്കം. ഇത് പിണറായി വിജയനെ തളയ്ക്കുന്നതിന് വേണ്ടി EDയുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ അതിനിഗൂഢമായ നീക്കം തന്നെയാണ്. കാരണം SIT കുറ്റപത്രം സമർപ്പിക്കാതെ ഈ പ്രതികൾക്കെല്ലാം രക്ഷപ്പെടുവാനുള്ള അവസരം സൃഷ്ടിക്കും എന്നുള്ള ഒരു ധാരണ പരന്നതോടുകൂടി SIT പ്രതികളുടെ മൊഴിയെടുത്തതിൻ്റെ ഈ മൊഴിപ്പകർപ്പ് ED ആവശ്യപ്പെടുകയും EDയുടെ അന്വേഷണത്തിൽ, അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ED ചെന്നൈയിലും കർണാടകത്തിലും കേരളത്തിലുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും വീടുകൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെർച്ചിൽ ED വിലപ്പെട്ട പല രേഖകളും കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും അടക്കമുള്ള വീടുകൾ സെർച്ച് ചെയ്ത് വിലപ്പെട്ട രേഖകൾ, അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകൾ EDക്ക് കിട്ടിയിട്ടുണ്ട്. ED ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് SITക്ക് പ്രതികളുടെ മൊഴികളുടെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ED കണ്ടെത്തിയ വിവരങ്ങളും SIT നൽകുന്ന വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ EDക്ക് ഈ കേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുവാനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതായത് പിണറായി വിജയന്റെ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി SIT കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ തീയതിക്കകം SIT കുറ്റപത്രം സമർപ്പിക്കാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായ പ്രതികൾ ചാടിപ്പോവുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ED നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ നീട്ടി എറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ ED സമ്മർദ്ദത്തിലാഴ്ത്തിയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ SITയുടെ അലംഭാവം കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾ രക്ഷപ്പെടുകയാണെങ്കിൽ, ജാമ്യം കിട്ടുകയാണെങ്കിൽ അവരെ പൂട്ടുന്നതിന് വേണ്ടി ED രംഗത്തിറങ്ങിയിരിക്കുന്നു. SITയുടെ മൊഴിപ്പകർപ്പ് സമ്പൂർണ്ണമായി EDക്ക് ലഭിക്കണം എന്ന കത്ത് നൽകിയിരിക്കുന്നു. എന്തായാലും ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരുക്കായി. എന്താണ് ഇനിയും ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.